നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. രാഹുൽ ഗാന്ധി ഖർഗെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഖ്യാപനം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധം ശക്തം. തൃശൂർ ഏജിസ് ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുരിയച്ചിറ ഫ്ളാറ്റ് നിർമ്മാണം മൂലം അപകടാവസ്ഥയിലായ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാൻ നീക്കം. ഔദ്യോഗിക തീരുമാനം ഇന്നുണ്ടാകും. വേലൂർ തയ്യൂരിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം. മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശത്ത് നീർത്തടം നീക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് നാട്ടുകാർ. SSLC പരീക്ഷാ ഫലം ഈ മാസം 15-ന് തന്നെ പ്രഖ്യാപിക്കും. പ്രഖ്യാപനം നടത്തുക പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. വാർത്തയിലേക്ക്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. മുതിർന്ന നേതാക്കളുമായുള്ള അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒറ്റപ്പേരിലേക്ക് എത്തിയതായാണ് സൂചന. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ആശയവിനിമയം നടത്തിയ ശേഷം പ്രഖ്യാപനമുണ്ടാകും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്തതിൽ ഘടകകക്ഷികളടക്കം ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. തീരുമാനമെടുക്കുന്നതിലെ കാലതാമസം ദേശീയ തലത്തിൽ BJPയും ആയുധമാക്കി. വൻ ഭൂരിപക്ഷം ലഭിച്ചിട്ടും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിയാത്തത് കോൺഗ്രസിനുള്ളിലെ അധികാര വടംവലി മൂലമാണെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചു. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിനെതിരെ SFI നടത്തിയ ഏജിസ് ഓഫീസ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ CMS സ്കൂൾ പരിസരത്ത് നിന്നാണ് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്ന ഏജിസ് ഓഫീസിലേക്കുള്ള മാർച്ച് ആരംഭിച്ചത്. ഏജിസ് ഓഫീസ് കവാടത്തിൽ ബാരിക്കേഡ് ഉയർത്തി പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികൾ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം തുടങ്ങി. ഇതിനിടെ ചില വിദ്യാർത്ഥികൾ ബാരിക്കേഡിന് മുകളിലൂടെ ഏജിസ് കോമ്പൗണ്ടിലേക്ക് കടന്നതിനെ തുടർന്നുണ്ടായ സംഘർഷാന്തരീക്ഷത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതോടെ വിദ്യാർത്ഥികൾ ബാരിക്കേഡ് പൂർണ്ണമായി മറിച്ചിട്ട് ഏജിസ് ഓഫീസ് അങ്കണത്തിലെത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ കേന്ദ്ര സർക്കാർ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ നഗ്നരായി നിൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് M. ശിവപ്രസാദ് പറഞ്ഞു. ഈ 25 ലക്ഷം കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ അനുജന്മാർ ഈ രാജ്യത്ത് ഉറക്കമൊഴിച്ച് എല്ലാം ത്യജിച്ച് അവരുടെ ജീവിതത്തെ കയ്യെത്തിപ്പിടിക്കാൻ വേണ്ടി ജീവിതത്തോട് പോരടിച്ച് പരീക്ഷ എഴുതിയവർ അവരുടെ കണ്ണീരിന് മുന്നിൽ BJPയും BJPയുടെ കേന്ദ്ര ഗവൺമെന്റും ഇനി ഏതെല്ലാം ദൈവങ്ങളെ കൂട്ടുപിടിച്ചാലും ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാർത്ഥികളുടെ കണ്ണീരിന് മുന്നിൽ വെണ്ണീറായി പോകുമെന്ന് BJPക്കാരാ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. 2 വർഷം കഠിന പ്രയത്നത്തിലൂടെ പരീക്ഷയ്ക്കൊരുങ്ങിയ രാജ്യത്തെ 22 ലക്ഷം വിദ്യാർത്ഥികളെ വഞ്ചിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്ന് പ്രതികളെ ശിക്ഷാവിധേയരാക്കിയില്ലെങ്കിൽ SFI ഏതു പ്രതിരോധവും മറികടന്ന് സമര പരിപാടികളുമായി രംഗത്ത് വരുമെന്നും ശിവപ്രസാദ് മുന്നറിയിപ്പ് നൽകി. SFI ജില്ലാ പ്രസിഡന്റ് അനസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഭിജിത്ത്, ഭാരവാഹികളായ ജിഷ്ണു സത്യൻ, നവ്യ, ആദിത്യ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിനിടെ കുഴഞ്ഞു വീണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. TCV തൃശൂർ. ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാന പ്രവേശന പരീക്ഷകളിലൊന്നായ നീറ്റ് റദ്ദാക്കിയത് 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ പലതരത്തിൽ ബാധിക്കും. അക്കാദമിക് കലണ്ടർ ഇതോടെ താളം തെറ്റും. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതിയ 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ കടന്നുപോകുന്നത് കടുത്ത പരീക്ഷണങ്ങളിലൂടെ.
വിദ്യാർത്ഥികളിൽ ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവുമേറുന്നു. വീണ്ടും തയ്യാറെടുപ്പ് നടത്താനുള്ള പരിശീലനത്തിനുള്ള സാമ്പത്തിക ചെലവ് വേറെ. പണമില്ലാത്തവർ പിന്തള്ളപ്പെട്ടു പോകാനും സാധ്യത. ഇനി വീണ്ടും പരീക്ഷ നടത്തി ഫലം വന്നാലും പുനഃപരിശോധന ആവശ്യമുയരുമെന്നുറപ്പ്. നിയമ നടപടികളും ഉണ്ടാകാം. ചോർച്ചയിൽ വിശദ പരിശോധനയ്ക്ക് കോടതികൾ തീരുമാനിച്ചാൽ പരീക്ഷയിലെ തുടർ നടപടികൾ വീണ്ടും നീളും. മാത്രവുമല്ല, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുടെ അക്കാദമിക് കലണ്ടറിനെയും ബാധിക്കും. ഫലപ്രഖ്യാപനം, കൗൺസിലിംഗ്, പ്രവേശനം, ക്ലാസുകൾ ആരംഭിക്കുന്നത് എന്നിവയെല്ലാം താളം തെറ്റും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യത തന്നെ തകരുകയാണെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. ന്യൂസ് ഡെസ്ക് TCV. കുരിയച്ചിറ ദേശായി ഹോംസിന്റെ ഫ്ളാറ്റ് നിർമ്മാണം മൂലം അപകടാവസ്ഥയിലായ സമീപവാസികളായ 7 വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാൻ നീക്കം. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക തീരുമാനം ഇന്നുണ്ടാകും. കഴിഞ്ഞ ദിവസം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഫ്ളാറ്റ് നിർമ്മാതാക്കളുമായി നടത്തിയ ചർച്ചയിൽ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാൻ ധാരണയിലെത്തിയിരുന്നു. സെന്റ് തോമസ് സ്ട്രീറ്റിൽ ജലസേചന വകുപ്പിന്റെ കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന കുടുംബങ്ങൾ ഞായറാഴ്ചയാണ് അപ്പാർട്ട്മെന്റിന്റെ പ്രവേശന കവാടം പൂട്ടിയിട്ട് സമരം നടത്തിയത്. അതേസമയം ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ സമീപത്തുള്ള വീടുകളിലെ അപകട ഭീഷണി വിലയിരുത്താനും പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കുന്നതിനുമായി BJP കൗൺസിലർമാർ സ്ഥലം സന്ദർശിച്ചു. ായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. 18 7ഓളം കുടുംബങ്ങൾ ഒരു ചെറിയ മഴ പെയ്താൽ പോലും തകരാവുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവരെ പുനരധിവസിപ്പിക്കണം, ഇവർക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം ഉണ്ടാവണം. അതുവരെ ഇവരുടെ ഈ ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണം, ഇവരെ സംരക്ഷിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇന്നലെയൊക്കെ ചില ചർച്ചകൾ ഇവരുടെ മാനേജ്മെൻറ്റുമായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. പോസിറ്റീവായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി ഇവരോടൊപ്പം നിൽക്കും. വേലൂർ പഞ്ചായത്തിലെ തയ്യൂരിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം. മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശത്ത് നീർത്തടം നികത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. വേലൂർ പഞ്ചായത്തിലെ 7ാം വാർഡിൽ തയ്യൂർ പള്ളിക്ക് സമീപം മടപ്പറമ്പിനോട് ചേർന്നുള്ള 1.5 ഏക്കറോളം വരുന്ന തണ്ണീർത്തടമാണ് മണ്ണിട്ടു നികത്തുന്നത്. മഴക്കാലത്ത് മുണ്ടത്തിക്കോട്, കോടശ്ശേരി, കാങ്കാട് കുന്നുകളിൽ നിന്നും വലിയ തോതിൽ ഒഴുകിവരുന്ന വെള്ളം ഈ നീർത്തടത്തിലാണ് കെട്ടിക്കിടക്കാറുള്ളത്. പ്രദേശത്ത് 25 വീടുകളുണ്ട്. കഴിഞ്ഞ പ്രളയങ്ങളിലും കാലവർഷം ശക്തമായ വർഷങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ തയ്യൂർ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. 2024-ലും 2025-ലും മഴ പെയ്തപ്പോൾ പ്രളയസമാനമായ സാഹചര്യമാണ് എന്റെ തൊട്ടുപുറകിൽ കാണുന്ന ഈ സ്ഥലത്തുണ്ടായിട്ടുള്ളത്. മഴവെള്ളമെല്ലാം ഒഴുകിപ്പോകുന്ന ഒരു വഴി കൂടിയാണിത്. ഇപ്പം ഈ പ്രളയസമാനമായ സാഹചര്യം വന്ന് ഇവിടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ നമ്മൾ നിൽക്കുന്ന ഈ 1.5 ഏക്കർ വരുന്ന സ്ഥലത്ത് ഒരു അനുമതിയുമില്ലാതെ കഴിഞ്ഞ ദിവസം മണ്ണടിച്ച് നിൽക്കുന്നത് ചിന്തയുണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ ഇന്നലെ സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ട് ഈ പ്രവർത്തനം കൂടെ അവസാനിപ്പിക്കണം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ പ്രദേശവാസികൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മഴ പെയ്യുമ്പോൾ സ്കൂളിലെ ക്യാമ്പുകളിലേക്കും പള്ളിയിലെ ക്യാമ്പുകളിലേക്കും മാറുന്ന ഒരു വിശേഷമാണുള്ളത്. 2018 വെള്ളപ്പൊക്കം പോലും പോയിട്ട് ഇവിടെ വെള്ളം കയറാത്ത ഒരു ഏരിയ ആയിരുന്നു ഇവിടെ. ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന പ്രദേശങ്ങളിൽ മണ്ണിട്ട് നികത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവർ 2 വർഷം, ഇപ്പോൾ 2-3 വർഷമായിട്ട് സ്കൂളിലേക്ക് ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്താൽ അപ്പോൾ ഇവർക്ക് വെള്ളം കയറുന്ന ഒരു സിസ്റ്റമാക്കി മാറ്റി ഇവിടെ തോട് ഇത്രയും ഏരിയയിൽ മറ്റേ കാങ്കാട്ടിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഇത്രയും ഒരു 4 മീറ്റർ വീതിയിൽ തോടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ. ആ തോടൊക്കെ അടച്ചിട്ടാണ് ഇപ്പോൾ ഇത് മൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ മണ്ണ് ഇട്ട് നികത്തിയാക്കണത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ആവശ്യം ഇതിൽ ഇട്ടിട്ടുള്ള മണ്ണ് കോരി മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വൻതോതിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതിയും വില്ലേജ് അധികൃതരും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പൊതുപ്രവർത്തകർ ആരോപിച്ചു. പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്ന പ്രവർത്തിക്കെതിരെ അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വാർഡംഗം ബിന്ദു നന്ദൻ, പൊതുപ്രവർത്തകരായ ER രാഹുൽ, KV ഗിരീഷ്, ദനിൽ കുമാർ, ഫ്രാൻസിസ്, ആൽഫ്രഡ് തോമസ്, സ്റ്റീഫൻ, അഖിൽ ബിജു, രതീഷ്, ലോനപ്പൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി.
SSLC പരീക്ഷാ ഫലം ഈ മാസം 15-ന് തന്നെ പ്രഖ്യാപിക്കും. ചീഫ് സെക്രട്ടറിയുടെ അനുമതി വാങ്ങി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാകും പ്രഖ്യാപനം നടത്തുക. ഇന്നലെ നടന്ന ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. 15-ന് തന്നെ ഫലപ്രഖ്യാപനം നടത്തണമെന്ന് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും സമാന അഭിപ്രായം മുന്നോട്ടുവച്ചിരുന്നു. ഇന്ന് നടക്കുന്ന പരീക്ഷ ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനം അംഗീകരിക്കും. പ്രഖ്യാപനം വൈകിയാൽ പ്രവേശനമടക്കം തുടർ നടപടികളെ ബാധിക്കുമെന്ന് സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ സമീപകാലത്തായി ഇടിമിന്നൽ മൂലമുള്ള അപകടങ്ങൾ വർദ്ധിച്ചുവരികയാണ്. എന്തുകൊണ്ടാണ് മിന്നൽ അപകടകാരികളാകുന്നതെന്ന് നോക്കാം. ഒരു സാധാരണ ഇടിമിന്നലിൽ ഏകദേശം 300 ദശലക്ഷം വോൾട്ട് വരെ വൈദ്യുതി ഉണ്ടാകാം. ഇത് മനുഷ്യ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹൃദയസ്തംഭനം, നാഡീവ്യൂഹത്തിന്റെ തകരാർ, ആന്തരിക അവയവങ്ങൾ വെന്തുപോകൽ എന്നിവ സംഭവിക്കുന്നു. മിന്നൽ പിണരുകൾ കടന്നുപോകുന്ന വായു പെട്ടെന്ന് ചൂടാകുന്നു. ഈ ചൂട് വായുവിനെ പെട്ടെന്ന് വികസിപ്പിക്കും. ഇതാണ് ഇടിമുഴക്കമെന്ന ശബ്ദമുണ്ടാക്കുന്നത്. ഈ താപം നേരിട്ടേറ്റാൽ ശരീരം കരിഞ്ഞു പോകും. കേരളത്തിലെ ഉയർന്ന ജനസാന്ദ്രതയും പച്ചപ്പും കാരണം മിന്നൽ മനുഷ്യരിലേക്കോ വീടുകളിലേക്കോ എത്താനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. ഇക്കാരണത്താൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. മിന്നൽ സമയത്ത് മൈതാനങ്ങളിലോ കുന്നിൻ മുകളിലോ മരച്ചുവട്ടിലോ നിൽക്കരുത്. ഉയരമുള്ള വസ്തുക്കളിലാണ് മിന്നൽ ആദ്യം പതിക്കുക. അതിനാൽ മരച്ചുവട്ടിൽ അഭയം പ്രാപിക്കുന്നത് അപകടകരമാണ്. വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കാറിനുള്ളിലോ ബസ്സിനുള്ളിലോ ഇരിക്കുന്നത് സുരക്ഷിതമാണ്. പക്ഷേ വാഹനത്തിന്റെ ലോഹഭാഗങ്ങളിൽ സ്പർശിക്കരുത്. കുളിക്കാനോ മീൻ പിടിക്കാനോ ഈ സമയത്ത് ഇറങ്ങരുത്. മിന്നൽ കാണുന്നതും ഇടിമുഴക്കം കേൾക്കുന്നതും തമ്മിലുള്ള സമയം കുറവാണെങ്കിൽ അപകട മേഖലയിലാണെന്ന് മനസ്സിലാക്കുക. ഉടൻ തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം. ന്യൂസ് ഡെസ്ക് TCV. ഇന്ധന വിലവർധനയുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകളിൽ മൊത്തവിൽപ്പന നിയന്ത്രിക്കണമെന്ന നിർദ്ദേശവുമായി എണ്ണ കമ്പനികൾ. ഒരു ഉപഭോക്താവിന് പരമാവധി 200 ലിറ്റർ വരെ ഡീസലും 5000 രൂപ വരെ പെട്രോളും എന്ന പരിധി നിശ്ചയിക്കാനാണ് പമ്പ് ഉടമകൾക്ക് നൽകിയിരിക്കുന്നത്. ശരാശരി വിൽപ്പന കണക്കാക്കി പരിമിതമായ ദിവസങ്ങൾക്കുള്ള ഇന്ധനശേഖരമാണ് ആഴ്ചകളായി പമ്പ് ഉടമകൾക്ക് കമ്പനികൾ നൽകുന്നത്. ക്രെഡിറ്റ് സംവിധാനം ഒഴിവാക്കിയതോടെ വാങ്ങുന്ന സ്റ്റോക്കിന് അനുസൃതമായ തുക നൽകണമെന്ന വ്യവസ്ഥയും പമ്പുകളിലെ ഇന്ധനശേഖരത്തെ ബാധിക്കുന്നുണ്ട്. തൃശൂർ കോർപ്പറേഷൻ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ തുടരുന്ന അലംഭാവത്തിൽ പ്രതിഷേധിച്ച് LDF കൌൺസിലർമാർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സമരം സംഘടിപ്പിച്ചു. കളിപ്പാട്ടങ്ങളുടെ രൂപത്തിലുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ കെട്ടിവലിച്ചായിരുന്നു പ്രതിഷേധം. കോർപ്പറേഷന്റെ 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ കട്ടപ്പുറത്തായതിനെ പരിഹസിച്ചായിരുന്നു പ്രതീകാത്മക പ്രതിഷേധം സംഘടിപ്പിച്ചത്. മഴക്കാല മുന്നൊരുക്കങ്ങൾ കാര്യക്ഷമമായി നടത്തിയില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധ സമരവുമായി LDF മുന്നോട്ട് വരുമെന്ന് പ്രതിപക്ഷ നേതാവ് TR ഹിരൺ പറഞ്ഞു. LDF കൌൺസിലർമാരായ അനീസ് മുഹമ്മദ്, സുജിത്, P സുകുമാരൻ, ഷാജു കുണ്ടോളി, കീർത്തന, സൗമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. പല ഡിവിഷൻ കൗൺസിലർമാരും മണ്ണുമാന്തി യന്ത്രങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് ലഭിക്കാത്ത അവസ്ഥയാണ് എന്നുള്ളത്. അത് ഭരണകക്ഷി കൗൺസിലർമാരായാലും ശരി, പ്രതിപക്ഷ കൗൺസിലർമാരായാലും ശരി, ഇവർക്കാർക്കും തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ യന്ത്രങ്ങൾ ലഭിക്കാതിരിക്കുന്ന അവസ്ഥയാണുള്ളത്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ വേനൽ മഴയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാകുന്നൊരവസ്ഥയാണുള്ളത്. ഇപ്പോൾ സ്വച്ഛ സർവേഷൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട റോഡുകളിൽ മാത്രമാണ് ക്ലീനിങ് നടക്കുന്നത്. പല ഡിവിഷനുകളിൽ നിന്നും തൊഴിലാളികളെ പ്രധാനപ്പെട്ട റോഡുകൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി മാത്രം വിന്യസിക്കുന്നൊരവസ്ഥയാണ് തൃശ്ശൂർ കോർപ്പറേഷനകത്തുള്ളത്. ഇടറോഡുകളും ഇടച്ചാലുകളും തോടുകളും കാനകളുമെല്ലാം വളരെ ശോചനീയമായിട്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. നല്ലൊരു മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ നഗരമാകെ തന്നെ വെള്ളത്തിൽ അകപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത്തരത്തിലേക്കുള്ള ഒരു പ്രതീകാത്മകമായ സമരം സംഘടിപ്പിച്ചത്. ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള സമരമാണ്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലേക്കുള്ള അലംഭാവം തുടരുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായിട്ട് LDF മുന്നോട്ട് വരുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇടവേള. Discover la Vraicote, la crème de la fraîcheur. French Diary Ice Creams, a taste factory.
വാർത്തയിലേക്ക്. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഈ വർഷം 85.2% വിജയം. ഫെബ്രുവരി 17 മുതൽ ഏപ്രിൽ 10 വരെ ഇന്ത്യയിലും വിദേശത്തുമായി നടന്ന പരീക്ഷയുടെ ഫലമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സ്കോർ കാർഡുകൾ പരിശോധിക്കുന്നതിനായി വിപുലമായ സംവിധാനങ്ങളാണ് ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. CBSEയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാണ്. തൃശൂർ വഞ്ചിക്കുളത്തിന് സമീപത്തു നിന്ന് 3.5 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. അസം സ്വദേശി ജ്യൂഡു ഡോളിയെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. എക്സൈസ് മധ്യമേഖലാ കമ്മീഷണർ സ്ക്വാഡ് അംഗം മുജീബ് റഹ്മാൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പിടിയിലായത്. ബ്ലൂ സ്റ്റാർ സ്പെഷ്യൽ ഗ്രീൻ കഞ്ച എന്ന പേരിൽ അറിയപ്പെടുന്ന മുന്തിയ ഇനം കഞ്ചാവാണ് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രഞ്ജിത്ത്, പ്രവീൺ എന്നിവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കടങ്ങോട് പഞ്ചായത്തിൽ തെരുവു നായകളുടെ ആക്രമണം രൂക്ഷമായിട്ടും പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കാത്തതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസവും തെരുവുനായയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ ഷെൽട്ടർ ഒരുക്കുമെന്നും നായ്ക്കളെ വന്ധീകരിക്കുന്ന നടപടി കൈക്കൊള്ളുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റും മൃഗസംരക്ഷണ വകുപ്പും നൽകിയ ഉറപ്പ് പാഴായെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. പ്രതിഷേധ സമരം കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, മണ്ഡലം സെക്രട്ടറിമാരായ ഇബ്രാഹിം, സുനിത് മണ്ടംപറമ്പ്, ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ്, പ്രതിപക്ഷ നേതാവ് വിഷയകുമാർ, PU പ്രകാശൻ, VY മുഹമ്മദ് അലി, ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതാവസ്ഥയിലെന്ന് പറയാം. ഇങ്ങനെ നിങ്ങളോട് ഒരു സൂചനയായി 1 തവണ 2 തവണ 3 തവണ ശ്രീനാരായണപുരത്ത് ആൽമരം മുറിച്ചു മാറ്റുന്നതിനിടെ കടപുഴകി വീണ തൊഴിലാളിക്ക് പരിക്കേറ്റു. ഒഴിവായത് വൻ അപകടം. മരത്തിനു മുകളിലും താഴെയുമായി 4 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ശ്രീനാരായണപുരം സെന്ററിന് പടിഞ്ഞാറ് ശ്രീകൃഷ്ണ ക്ഷേത്രക്കുളത്തിന് സമീപമുള്ള ആൽമരം മുറിച്ചു മാറ്റുന്നതിനിടെയാണ് അപകടം. മരത്തിന് മുകളിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയാണ് നിസാര പരിക്കേറ്റത്. ഇയാളെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സർക്കാരിന്റെ പുതിയ ബ്രാൻഡി മിന്നൽ മാജിക് ഈ മാസം അവസാനം വിപണിയിലെത്തും. 1/2 ലിറ്റർ കുപ്പിയാണ് ബെവ്കോ ഔട്ട്ലെറ്റിൽ എത്തിക്കുക. 400 രൂപയാണ് 1/2 ലിറ്റർ കുപ്പിയുടെ വില. പ്രതിദിനം 9000 കേസ് മദ്യമാണ് ചിറ്റൂർ മേനോൻപാറയിലെ മലബാർ ഡിസ്റ്റിലറീസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുക. നിലവിൽ സർക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ജവാൻ റമ്മിനു പുറമെയാണ് മിന്നൽ മാജിക് കൂടി വിപണിയിലെത്തുന്നത്. എടക്കഴിയൂരിൽ മരണവീട്ടിലെത്തിയ വെളിയംകൂട് സ്വദേശിക്ക് വെട്ടേറ്റു. ഹസൻ കോയ ബീച്ചിലെ മരണവീട്ടിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. വെളിയംകൂട് സ്വദേശി മുസ്തഫയ്ക്കാണ് വെട്ടേറ്റത്. ബന്ധു മരണപ്പെട്ട വീട്ടിൽ പോയതായിരുന്നു മുസ്തഫ. തുടർന്നുണ്ടായ തർക്കത്തിനിടെയാണ് വെട്ടേറ്റത്. മുസ്തഫയെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ അകമലയിൽ വീണ്ടും വാഹനാപകടം. നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ടോറസ് ലോറിക്ക് പിന്നിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. പഴയന്നൂർ തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഉണ്ണികൃഷ്ണ എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ മുൻഭാഗത്തിരുന്ന യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ മേഖലയിൽ നിരന്തരം അപകടങ്ങൾ പതിവാണ്. 2 മാസത്തിനുള്ളിൽ 2 പേർക്ക് ജീവഹാനി സംഭവിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിലെ അനധികൃത കച്ചവടങ്ങളും അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് സമീപം ലോറിക്ക് പിന്നിൽ പിക്കപ്പ് വാൻ ഇടിച്ച അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് ലോറിക്ക് പിന്നിലിടിച്ചത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ ജില്ലയിൽ നിന്നും ISJDയിൽപ്പെട്ട നേതാക്കൾ RJDയിൽ ചേർന്നു എന്ന പ്രസ്താവന ശരിയല്ലെന്ന് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി. കഴിഞ്ഞ 5 വർഷക്കാലമായി പാർട്ടിയിലില്ലാതെ പാർട്ടിക്ക് പുറത്ത് വിമത പ്രവർത്തനങ്ങൾ നടത്തിയവരും ജനതാദൾ ISJD ലയന സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നവരുമാണ് RJDയിൽ ചേർന്നിട്ടുള്ളത്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില ആളുകളാണ് ISJDയിലെ നേതാക്കളെന്ന് സ്വയം വിശേഷിപ്പിച്ച് RJDയിൽ ചേർത്തിട്ടുള്ളത്. ഇവർക്ക് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ജോഫി പറഞ്ഞു.
തെക്കുങ്കര പഞ്ചായത്തിൽ പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നതായി പരാതി. ഇതുമൂലം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തുന്നില്ലെന്നും ഗുണഭോക്താക്കൾ പറയുന്നു. വാട്ടർ അതോറിറ്റിയുടെ വാഴാനി സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളാണ് ദിനംപ്രതി വിവിധ സ്ഥലങ്ങളിൽ പൊട്ടുന്നത്. നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചപ്പോൾ തങ്ങളുടെ പരിധിയിൽപ്പെടുന്ന വിഷയമല്ലെന്നും വാട്ടർ അതോറിറ്റിയാണ് പരിഹാരം കാണേണ്ടതെന്നുമുള്ള വിശദീകരണമാണ് ലഭിച്ചത്. കുടിവെള്ള പൈപ്പുകൾ ഉടൻ അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ രൂപം നൽകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ നടി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. അതിനിടെ കേസ് നടത്തിപ്പിന് ധനസമാഹരണം തുടങ്ങി. കോഴിക്കോട് ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അവൾക്കൊപ്പം ലീഗൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ധനസമാഹരണം ആരംഭിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച അഭ്യർത്ഥന പങ്കുവച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള നീതി നിഷേധമാണ് വിചാരണ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നതെന്ന് അഭ്യർത്ഥനയിൽ പറയുന്നു. വിധിക്കെതിരെ ഉന്നത നീതിപീഠങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. കേസ് നടത്തിപ്പിന് വലിയ സാമ്പത്തിക ബാധ്യത വരും. പൊതുജനങ്ങൾ ഈ ട്രസ്റ്റിലേക്ക് സംഭാവനകൾ നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു. വിചാരണ കോടതി വിധിക്കെതിരെ നടി ഹൈക്കോടതിയിലാണ് അപ്പീൽ നൽകുക. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകയായ അഡ്വക്കേറ്റ് വൃന്ദ ഗ്രോവർ ഹൈക്കോടതിയിൽ ഹാജരാകും. അഡ്വക്കേറ്റ് ഭദ്രകുമാരി, അഡ്വക്കേറ്റ് സന്ധ്യ എന്നിവരടങ്ങുന്ന സംഘം ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് വൃന്ദ ഗ്രോവറിനൊപ്പം പ്രവർത്തിക്കും. പുല്ലഴി കോൾപ്പടവ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കോൾപ്പടവ് സഹകരണ സംഘത്തിന് മുന്നിൽ ധർണ നടത്തി. ലേലം ചെയ്ത വൈക്കോലിന്റെ പണം കർഷകരിലേക്ക് എത്തിക്കാൻ നടപടികൾ വേഗത്തിലാക്കുക, നെല്ലിലെ അനാവശ്യ കിഴിവുകൾ ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. മുൻ കോർപ്പറേഷൻ കൌൺസിലർ കെ രാമനാഥൻ ധർണ ഉദ്ഘാടനം ചെയ്തു. CPM-ന്റെ നേതൃത്വത്തിൽ CT ബിജുവിന്റെ 16ാമത് രക്തസാക്ഷി ദിനം ശനിയാഴ്ച വടക്കാഞ്ചേരിയിൽ ആചരിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം EK കുമാരൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ NK പ്രമോദ് കുമാർ, മിനി അരവിന്ദൻ, MJ ബിനോയ്, TR രജിത് തുടങ്ങിയവർ സംസാരിച്ചു. ദശകങ്ങൾക്ക് ശേഷം രാമർ കൂത്ത് പുനർജനിക്കുന്നു. അട്ടപ്പാടിയുടെ മണ്ണിൽ പിറവികൊണ്ട് ശ്രീരാമകഥകളെ പാട്ടായും ചുവടായും ജീവൻ നൽകിയ കലാരൂപമാണ് രാമർ കൂത്ത്. ഗോത്ര സമൂഹത്തിന്റെ കലാരൂപത്തെ ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സായി സഞ്ജീവനി ട്രസ്റ്റ്. ഗുരുവായൂരിൽ നടത്തുന്ന രാമരാമ പാഹിമാം എന്ന ദേശീയ സെമിനാറിന്റെ ഭാഗമായാണ് രാമർ കൂത്ത് വേദിയിലെത്തുന്നത്. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള കൽക്കട്ട ആസ്ഥാനമായ മൗലാന അബുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസിന്റെ സഹകരണത്തോടെയാണ് ത്രിദിന സെമിനാർ സംഘടിപ്പിക്കുന്നത്. സംവിധായകൻ വിജീഷ് മണിയുടെ നേതൃത്വത്തിൽ രാമനാർ കൂത്ത് പുനരാവിഷ്കരിക്കുന്നത്. 17 കാലത്ത് 11 മണിക്ക് ഗുരുവായൂർ ടൗൺ ഹാളിൽ ഒരുക്കിയ പ്രത്യേക വേദിയിലാണ് രാമർ കൂത്ത് അരങ്ങേറുന്നത്. വാർത്താ സമ്മേളനത്തിൽ പൊന്നൻ രംഗൻ, കാരമട ജഡയൻ, വിനോദ് ഊത്തുകുഴി, വിജീഷ് മണി, C അരുൺകുമാർ, B സജീവൻ നമ്പിയത്ത് പങ്കെടുത്തു. കുറ്റൂർ മേരി മാതാ ദേവാലയത്തിലെ ഊട്ടുതിരുനാളിന്റെ ഭാഗമായി CLC സംഘടനയുടെ നേതൃത്വത്തിൽ 1500ഓളം തിരുശേഷിപ്പുകളുടെ പ്രദർശനം നടത്തി. തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോജു പുറത്തൂർ, ഫാദർ എഫ്രേം കുന്നപ്പിള്ളി, CLC പ്രസിഡന്റ് KJ ഫെബിൻ, സെക്രട്ടറി ആൻ തെരേസ റോജൻ എന്നിവർ സംസാരിച്ചു. പഴയന്നൂർ പഞ്ചായത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നതിലും ഇത് നീക്കം ചെയ്യുന്നതിൽ അഴിമതി നടക്കുന്നുവെന്നും ആരോപിച്ച് പഞ്ചായത്തിന് മുന്നിൽ BJP അംഗങ്ങൾ ഉപവാസ സമരം നടത്തി. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിച്ച് വരുമാനമുണ്ടാക്കുന്നതിന് പകരം വലിയ തുക കരാർ നൽകി ജനങ്ങളുടെ നികുതി പണം ദുരുപയോഗം ചെയ്യാനാണ് പഞ്ചായത്ത് അധികൃതർ ശ്രമിക്കുന്നതെന്ന് നിവേദിത സുബ്രഹ്മണ്യം ആരോപിച്ചു. BJP പഴയന്നൂർ ഏരിയ പ്രസിഡന്റ് മനോജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ കൃഷ്ണകുമാർ, സഞ്ജിത്ത് തങ്കപ്പൻ, മനോജ് എന്നിവരാണ് ഉപവാസ സമരം നടത്തിയത്. BJP തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മണി, ജില്ലാ ജനറൽ സെക്രട്ടറി ബിബിൻ കൊടിയേടത്ത്, ചേലക്കര മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ, മണ്ഡലം ഭാരവാഹികളായ നന്ദനൻ, വിലാസിനി ഗംഗാധരൻ, കനകം M ഉണ്ണികൃഷ്ണൻ, മുരളീകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിൽ തന്നെ പ്ലാസ്റ്റിക്കുകൾ വേർതിരിച്ചുകൊണ്ട് ഓരോന്നിന്റെയും വെയിറ്റും. തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് CITU യൂണിയൻ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MK സുനിൽ, ജില്ലാ ട്രഷറർ KG സന്ധ്യ, CITU ചാവക്കാട് ഏരിയ പ്രസിഡന്റ് KM അലി, ഉണ്ണി വാർനാട്ട്, KV വസന്ത് എന്നിവർ സംസാരിച്ചു.
സ്ഥലത്ത് കുട്ടികൾ നമ്മൾ ലഹരിക്കെതിരെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കുട്ടികളെല്ലാം ഇതിന്റെ ആ ഒരു പിടിവള്ളിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവരെ ഈ കൂടിച്ചേരലുകൾക്കും പരസ്പരം തുറന്നു പറച്ചിലുകൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ഇന്ന് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. നാളെ മുതൽ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് അറിയിപ്പുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്താൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് വെങ്കിടങ് സെൻട്രലിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ഡിസ്ട്രിക്ട് ഗവർണർ പി ജയകൃഷ്ണൻ നിർവഹിച്ചു. മേച്ചേരിപ്പടി തോയക്കാവ് റോഡിനോട് ചേർന്നുള്ള 10 സെന്റ് സ്ഥലത്ത് 1100 ചതുരശ്ര അടിയിലാണ് മന്ദിരം നിർമ്മിക്കുന്നത്. ക്ലബ് പ്രസിഡന്റ് രാജൻ ജോസ് അധ്യക്ഷനായി. വെങ്കിടങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ്, പഞ്ചായത്ത് അംഗം ശോഭന മുരളി, വൈസ് ഡിസ്ട്രിക്ട് ഗവർണർമാരായ സുരേഷ് വാര്യർ, KM അഷ്റഫ്, റീജിയണൽ ചെയർപേഴ്സൺ MM ദിനേശൻ, അഡ്വക്കേറ്റ് ശ്രുതി ചന്ദ്രൻ, വേണുവേലായുധൻ, MS സുധീരൻ, CD ലിയോ, ബെന്നി ചാലക്കൽ എന്നിവർ സംസാരിച്ചു. തുമ്പൂർ SHCLP സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ ഈ മാസം 16, 17 തീയതികളിൽ സമാപനം കുറിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് പൂർവ്വ വിദ്യാർത്ഥികളായ വൈദികരുടെയും സന്യസ്തരുടെയും നേതൃത്വത്തിൽ ഫാദർ സിബു കള്ളാമ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാ ബലി അർപ്പിക്കും. തുടർന്ന് സ്കൂളിലേക്ക് ഘോഷയാത്ര നടക്കും. ഗുരുവന്ദനം ചടങ്ങ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. സിസ്റ്റർ റോസ്ലിറ്റ് ഷാറ്റോ കുര്യൻ, RK ജയരാജൻ, ആൽജോ ജോസ്, മുകുന്ദൻ ചേറാട്ട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പറപ്പൂക്കര സെന്റ് ജോൺ നെപ്പൂൻസിയാൻ ഫൊറോന പള്ളിയിലെ തിരുനാൾ 14, 15, 16 തീയതികളിൽ ആഘോഷിക്കും. 13 വൈകിട്ട് 7 നടക്കുന്ന തിരുനാളിന്റെ വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ പ്രമുഖ യൂട്യൂബർമാരായ അമ്മാമ്മയും കൊച്ചുമോനും നിർവഹിക്കും. തിരുകർമ്മങ്ങൾക്ക് ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷന്മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ 16 രാവിലെ 10 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ വിപിൻ കുരിശുതറ കാർമ്മികത്വം വഹിക്കും. വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ, ജനറൽ കൺവീനർ റിജിൻ പാലത്തിങ്കൽ, ആൻഡോ പുല്ലോക്കാരൻ, സിജോ പൊന്തോക്കൻ, ജോൺ ചെറയത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷൻ നൽകിയ റിഫ്ലക്ട് ബാൻഡിന്റെയും പക്ഷികൾക്കായി ദാഹജലം ഒരുക്കുന്നതിനായി വടക്കുനാഥൻ വാക്കേഴ്സ് സ്ഥാപിച്ച കിളിത്തൊട്ടിലിന്റെയും ഉദ്ഘാടനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. പ്രസിഡന്റ് ജയകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രദീപ്, സ്മാർട്ട് ട്രഷറർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇന്റർനാഷണൽ ഫിഡെ ചെസ് റേറ്റിംഗിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയ പെരിങ്ങാട് സ്വദേശി ജുനൈൻ പയസിനെ പെരിങ്ങാട് പൗരവലിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ ആദരം ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ ജോഷി കൊമ്പൻ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീജ ഷാജി, AJ ജോഷി, KL ഷാജി, ഷൈജു തിരുനെല്ലൂർ, സാജൻ ഗുരുവായൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,850 രൂപ, പവന് 1,18,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. രാഹുൽ ഗാന്ധി ഖർഗെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഖ്യാപനം.
നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധം ശക്തം. തൃശൂർ ഏജിസ് ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുരിയച്ചിറ ഫ്ളാറ്റ് നിർമ്മാണം മൂലം അപകടാവസ്ഥയിലായ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കാൻ നീക്കം. ഔദ്യോഗിക തീരുമാനം ഇന്നുണ്ടാകും. വേലൂർ തയ്യൂരിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം. മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശത്ത് നീർത്തടം നികത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് നാട്ടുകാർ. SSLC പരീക്ഷാഫലം ഈ മാസം 15-ന് തന്നെ പ്രഖ്യാപിക്കും. പ്രഖ്യാപനം നടത്തുക പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.